പകുതിവില തട്ടിപ്പ് കേസിൽ ലാലി വിൻസെന്റിന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും കോടതി. ഷപ്ന സേതുണ്ട്. ഷപ്ന, ലാലി വിൻസെന്റിന് ഈ കേസിൽ താൽക്കാലിക ആശ്വാസം. സേതുലക്ഷ്മി, തീർച്ചയായും പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നു. കോടതി തീർപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണം. 3 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകാനാണ് നിർദ്ദേശം. ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണം. അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ ജാമ്യാപേക്ഷ നൽകുന്ന അന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കണം എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഏതായാലും ലാലി വിൻസെന്റിനെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന് പകരമായി അന്വേഷണവുമായി സഹകരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയയാകണം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ലാലി വിൻസെന്റിനോടൊപ്പം തന്നെ ഈ കേസിലെ മറ്റ് ചില പ്രതികളും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സമാനമായ കുറ്റകൃത്യമാണ് ഇവർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരോടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുഖ്യപ്രതികളുടെ കാര്യത്തിൽ ഇതായിരിക്കില്ല നടപടി എന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലാലി വിൻസെന്റ് അഭിഭാഷക എന്ന രീതിയിൽ ഫീസ് കൈപ്പറ്റുക മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു വാദം ഉന്നയിച്ചത്. അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാം. അത്തരത്തിൽ പരിശോധിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തലോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനോ പറ്റില്ല എന്നാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, ഷപ്ന സേതാണ് വിവരങ്ങൾ നൽകിയത്. പകുതിവില തട്ടിപ്പ് കേസിൽ ലാലി വിൻസെന്റിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഹൈക്കോടതി.